എന്താ വേണ്ടത്? നല്ല അച്ചപ്പവും മുറുക്കും ഇട്ടുകേക്കും ഒക്കെ ഉണ്ട്. 5-6 പാക്കറ്റ് വീതം വെക്കട്ടെ? വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾക്കായി ഇപ്പൊ മാർക്കറ്റ്. ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണോ? അതെ, ശുദ്ധമായ വെളിച്ചെണ്ണയില്. അങ്ങനെയാണെങ്കിൽ വേറെന്തൊക്കെ ഉണ്ട്? ബോളിയുണ്ട്, പിന്നെ ഉണ്ണിയപ്പം ഉണ്ട്. പൊന്നെ, ആ അച്ചപ്പം 3-4 പാക്കറ്റ് കൂടി ഉണ്ട്. എന്നാ അച്ചപ്പം ഒരു 3 പാക്കറ്റ് വെച്ചോ. ആ, പിന്നെ 2 പാക്കറ്റ് വെട്ടുകേക്ക്. മടക്കപ്പം കൂടി വെക്കാ സാറേ. നല്ല ശുദ്ധമായ എണ്ണ വറുത്തതല്ലേ, പോകും. സാധനങ്ങളൊക്കെ എടുക്കാം. പിന്നെ പണം ചോദിച്ച് നാളെ തന്നെ വന്നേക്കരുത്. കുറച്ച് ദിവസത്തേക്ക് ക്രെഡിറ്റ് സൗകര്യമൊക്കെ തരണം കേട്ടോ. അതൊക്കെ തരാം. ഞങ്ങൾക്ക് ബിസിനസ് സ്ഥിരമായിട്ട് തന്നാ മതി. നല്ല സാധനമാണെങ്കിൽ കച്ചവടം ഉണ്ടാവും. മോശമാണെങ്കിൽ ഞാൻ പൈസയും തരില്ല. പിന്നെ ഒറ്റ സാധനം ഇവിടെ വെപ്പിക്കുകയില്ല. സമ്മതമാണെങ്കിൽ പറഞ്ഞ സാധനമൊക്കെ എടുത്തു വെച്ചോ. എടുത്തു വെക്കേ. അത് ശരി, ഇവരിപ്പോ ഈ രീതിയിലായോ? പൊന്നെ, അതും കൂടി. വയ്ക്കാൻ വരട്ടെ, ഇതൊന്നും ഇവിടെ വേണ്ട. അല്ല, ഇന്നലെ നീയല്ലേ പറഞ്ഞേ അച്ചപ്പവും കേക്കും ഒക്കെ വാങ്ങി വെക്കണമെന്ന്? ഇത് ഒരു വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാ. ശുദ്ധമായ വെളിച്ചെണ്ണയില്. നല്ലതാണെങ്കിലേ കാശ് കൊടുക്കൂന്ന് പറഞ്ഞിട്ടാ വെപ്പിക്കുന്നത്. ഏയ്, എനിക്കിത് കണ്ടിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണെന്നൊന്നും തോന്നുന്നില്ല. ജിൻസി അവര് വെക്കട്ടെ, നമുക്കൊന്ന് നോക്കാലോ. വേണ്ടാന്ന് പറഞ്ഞില്ലേ ചേട്ടാ? നിനക്കിത് എന്താ പറ്റിയേ? പറ്റിയത് എനിക്കല്ല, ചേട്ടനാ. ചേട്ടൻ ആ സ്ത്രീ ഒന്ന് ശ്രദ്ധിച്ചേ. വല്ല മുഖപരിചയം ഉണ്ടോ? എവിടെയോ കണ്ടൊരു ഓർമ്മ. ഞാനിവരുടെ മുഖം മറക്കില്ല. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്റെ പ്രാക്ക് മുഴുവനും ഇവരുടെ തലയിൽ ഇടുത്തി വീഴണേന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. ഒന്നും തെറ്റാനൊന്നുമില്ല. ഈ മോന്ത പച്ച കുത്തിയതുപോലെ അന്ന് എന്റെ മനസ്സിൽ കേറിയതാ. നിങ്ങൾക്ക് നേരത്തെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ജോലിയല്ലായിരുന്നോ? വലിയ വീടൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ ഇപ്പൊ ഉണ്ടോ? അതോ അതൊക്കെ പോയോ? പോയി കാണും. അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നടക്കൂലല്ലോ. ഒടുക്കത്തെ ശാപം ഏറ്റു കഴിഞ്ഞാലേ കുടുംബം വരെ തൊലഞ്ഞു പോവും. ജിൻസി, നീ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ജോമോളുടെ പ്രസവ സമയത്തെ കുറച്ച് കാശിന് ആവശ്യം വന്നപ്പോ നമ്മൾ എല്ലായിടത്തും ഓടി. ആ ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ ഇവരുടെ വീട്ടിലും ചെന്നു. 10 പൈസ തന്നില്ലാന്നുമല്ല, കളിയാക്കി വിടുകയും ചെയ്തു. അന്ന് ഇവര് പറഞ്ഞ വാചകം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഗർഭം ഇന്നലെ ഉണ്ടായതല്ലല്ലോ എന്ന്. കൊച്ചിന്റെ പൊക്കിൾ കൊടി ചുറ്റി ശസ്ത്രക്രിയ വേണോന്ന് മുൻകൂട്ടി ഡോക്ടർക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാ ഇവരെ എവിടെയെങ്കിലും വച്ച് കാണുമെന്ന്. ഈശ്വരൻ അത് സാധിച്ചു തന്നു. അത് നമ്മുടെ മുന്നിൽ തന്നെ കാണാനുള്ള ഇടയും വന്നു. അതും നമ്മുടെ മുന്നിൽ തന്നെ കൈ നീട്ടി വരികയും ചെയ്തു. അന്ന് ഞങ്ങൾ നീട്ടിയ ഈ കയ്യിലെ ഞങ്ങൾക്ക് കാശും വന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിലെ കാശ് പോയി. ഇതിന് ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇതൊന്നും ആർക്കും സ്വന്തമല്ല. എല്ലാരെയും ഒടേതമ്പരം വിളിക്കുമ്പോഴേ ആരും അത് കൊണ്ടുപോവേയില്ല. ഇനിയെങ്കിലും അഹങ്കാരം കാണിക്കാതെ നടന്നാ ചത്ത ആരെങ്കിലും കുഴിച്ചിടുകയെങ്കിലും ചെയ്യും. ഇല്ലെങ്കിൽ ചത്തടുത്ത് കിടന്ന് നാറും. എടി, നീയൊന്ന് അടങ്ങടി. അവര് ചെയ്തതിന്റെ ശിക്ഷയാ അവരീ നടക്കുന്നത്. ആയിക്കോട്ടെ, അനുഭവിക്കട്ടെ. അതെ, ഇതൊക്കെ എടുത്തോണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോ. എടുത്തോ, ഇവിടുന്ന് എടുത്തോ. പെട്ടെന്നാവട്ടെ, എടുത്തോ. ആ, ഹലോ ശാരദാമേ, കുട്ടികൾ അത് സ്കൂളിൽ നിന്ന് പോയെന്നാണല്ലോ പറയുന്നത്. എവിടേക്ക് പോയെന്നാ നീ പറയുന്നത്? അത് ഇവിടുന്ന് പോയെന്നാ ഇവിടുത്തെ സെക്യൂരിറ്റി പറയുന്നത്. ഇന്ന് സ്കൂൾ അല്പം നേരത്തെ വിടുകയും ചെയ്തു. ഈശ്വര, എന്റെ മക്കള്. എടി, അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോവാനാ? നീ ഒരു കാര്യം ചെയ്, എന്തായാലും തിരിച്ചു പോര്. വിഷ്ണു മറ്റോ വിളിച്ചോണ്ട് പോയോന്ന് ഞാനൊന്ന് തിരക്കട്ടെ. ആ, പിന്നെ അവിടെ എവിടെയെങ്കിലും മാറി ഇരിപ്പുണ്ടോന്ന് നോക്കണേ. സ്കൂള് നേരത്തെ വിട്ടാ അവരങ്ങനെ ഇരിക്കാറുണ്ട്.
ആ ശരി, ഞാൻ നോക്കാം, എന്നിട്ടേ ഞാൻ വരും. ശരി. എന്നാലും അവരവിടെ തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ. എവിടെ പോവാനാ? ഇത് തന്നെയല്ലേ വീട്? അതെ സത്യ, ഞാനിവിടെ വന്നിട്ടുള്ളതല്ലേ. കാറ് കിടക്കുന്ന കണ്ടില്ലേ? എങ്കി വാ. എന്ത് കുഴപ്പമുള്ള പിള്ളടിയാണല്ലോ. വാതില് തുറക്കുന്നില്ലല്ലോ പപ്പി. ഇപ്പൊ തുറക്കുമായിരിക്കും. ഒന്നുകൂടി അടിച്ചേ. സർവേശ്വരാ, ഇനി വല്ല അടിയും കൊണ്ട് വന്നിരിക്കുന്നതായിരിക്കൂ. ആ ഉപേന്ദ്ര ഇവിടെ ഇടക്കിടക്ക് വരുന്നുണ്ട്. അടി ഏത് വഴിക്ക് വരുമെന്നറിയില്ല. വരുന്നേ കിടന്ന് അടിച്ച് പൊട്ടിക്കാതെ.